ഇങ്ങനെ ഈ സിനിമ എന്നുള്ള മോഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സത്യത്തിൽ അന്നും എനിക്ക് ഇത് മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ സിനിമയുടെ ആ സാങ്കേതികത എന്താണ്, സിനിമ എന്തൊക്കെയാണ്, പുതിയ സിനിമകളിലുള്ള മാറ്റങ്ങൾ, സാങ്കേതികമായ മാറ്റങ്ങൾ, അതുപോലെ മറ്റുള്ള അതിൻ്റെ വ്യാവസായികമായിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വേണ്ടി പഠനം നടത്തുകയും പലരുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ആ കാലത്ത് തന്നെ ഞാൻ കിട്ടാവുന്നത്രോളം സിനിമയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും മറ്റുമൊക്കെ വായിക്കുകയും ഇടയിലെപ്പോഴോ നമ്മൾ ഇതുമാതിരി ചില സന്ദർഭങ്ങളിലൊക്കെ, അന്നൊക്കെ സിനിമയുടെ ആസ്ഥാനം ചെന്നൈ ആണല്ലോ, മദ്രാസിൽ അവിടെയൊക്കെ പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ കാണുകയും സ്റ്റുഡിയോ അതുപോലുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് നിൽക്കുന്നൊരു കാലഘട്ടമാണ്. അതിന് മുമ്പ് ഞാൻ ഈ ചെറുതായിട്ട് ഇവിടെ ഈ അത്യാവശ്യം ഈ അമേച്വർ നാടകരംഗത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിവിടുത്തെ ഒരു മലപ്പുറം കേന്ദ്രീകരിച്ച് നവദർശൻ എന്ന് പറഞ്ഞ ഒരു കലാസാംസ്കാരിക സംഘടന ഇവിടെ ഉണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും നാടക പ്രവർത്തനങ്ങളും അവൻ്റെ അവതരണവും കാര്യങ്ങളും സംവിധാനമൊക്കെ ആയിട്ടായിരുന്നു ഞാൻ ആദ്യകാലത്തൊക്കെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ആ കാലത്ത് ഇതുപോലെ തന്നെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാനുള്ള അവസരം നമുക്ക് കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് സിനിമാ രംഗത്തുള്ളത് നമ്മുടെ സംവിധായകൻ, ഇപ്പം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, നമ്മുടെ എ ടി അബു, ഇതുപോലുള്ള നമ്മളെ ആളുകൾ, പിന്നെ ടി എ റസാക്ക് തിരക്കഥ എടുത്ത്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഏറ്റവും നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. അവരൊക്കെ, റസാക്കൊക്കെ ആ കാലത്ത് നാടകരംഗത്ത് നിന്ന് വന്ന് സിനിമയിലേക്ക് വന്ന ആൾ തന്നെയാണ്. അദ്ദേഹം നമ്മുടെ മലപ്പുറത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് കാലത്താണ് ഞങ്ങൾ ആ സമയത്താണ് പരിചയപ്പെടുന്നതൊക്കെ. പിന്നീട് അദ്ദേഹത്തിന് അവസരങ്ങൾ വന്നപ്പം ധ്വനി എന്ന് പറഞ്ഞ ചിത്രം, ഇതുപോലെ എ ടി അബു ചെയ്ത ചിത്രങ്ങൾ അദ്ദേഹം അതിൽ സഹകരിക്കാൻ പോയി. ഞാനും അതിൽ പോകേണ്ടതായിരുന്നു. ഞാനൊക്കെ സംവിധായകനുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു എനിക്ക്, എ ടി അബു ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ഇടയ്ക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ ഓരോ നാടകങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അത് ഫുൾ ടൈം അതിൻ്റെ ജോലി തന്നെയായിരുന്നു. പിന്നെ അറിയാലോ മലപ്പുറത്തെ അന്നത്തെയൊക്കെ ഒരു സാഹചര്യം, മലപ്പുറത്തെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കുറച്ചൊക്കെ യാഥാസ്ഥിക ചുറ്റുപാടും, പിന്നെ അന്ന് നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം എൻ്റെ വാപ്പ അതുപോലെ ഇന്നത്തെ മഹല്ല് പ്രസിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്, പള്ളി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് പൂർണ്ണമായിട്ടൊന്നും ഇതിലേക്ക് പോകാനുള്ള ഒരു അനുവാദം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ചുറ്റുപാടിൽ ജീവിച്ചുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ കാലത്ത് നമ്മൾ ഇങ്ങനെ നമ്മളെ മലപ്പുറത്ത് തന്നെയുള്ള ഉണ്ടായിരുന്ന നമ്മുടെ ഇന്നത്തെ MLA മഞ്ഞളാംകുഴി അലി അവരുടെ നിർമ്മാണം കമ്പനി ഇവിടെ തുടങ്ങിയിരുന്നു. എനിക്ക് പുള്ളിയായിട്ട് പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഞാൻ ആ സമയത്ത് ഇരിക്കുമ്പോഴാണ് അന്ന് അദ്ദേഹം പുതുതായിട്ട് ചെയ്യാൻ പോകുന്ന, ഇങ്ങനെ സുരേഷ് ഉണ്ണിത്താൻ സംവിധാനം ചെയ്യുന്ന രാധാമാധവം എന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് അതിൽ സംവിധാന സഹായിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാം, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, കുറേ ആളുകളെ പരിചയപ്പെടാം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ഒരു സമ്മതമൊക്കെ കിട്ടിയപ്പം ഞാൻ അതുമായിട്ട് സഹകരിക്കുകയും ഊട്ടിയിൽ പോയിട്ട് രാധാമാധവത്തിൻ്റെ ചിത്രീകരണത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് തന്നെ ഊട്ടിയിലേക്ക് യാത്ര തിരിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യും. എം ഇ തിലകൻ അന്ന് അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ഉണ്ടായിരുന്ന നമ്മുടെ അനശ്വരനായ, ഇപ്പം ജീവിച്ചിരിപ്പില്ല അദ്ദേഹം, ലോഹിദാസിൻ്റേതായിരുന്നു സ്ക്രിപ്റ്റ്. ഞാൻ ഞങ്ങളെ റൂമിൽ ചെല്ലുമ്പോൾ ആദ്യം എനിക്ക് വാതിൽ തുറന്നു തന്നത് തന്നെ നമ്മുടെ ഷമ്മി തിലകനാണ്.